എനിക്ക് മാന്യമായിട്ട് എന്ന് തോന്നുന്ന സാധനങ്ങൾ ഞാൻ അവിടെ ബുക്ക് ചെയ്യുന്നുണ്ട്. സോ 415 ഇല്ല, ഇത് 434 460. ഓക്കെ, അടുത്ത് വീണ്ടും 427 484. സോ ശ്രദ്ധിച്ച് ചെയ്താൽ അത് കിട്ടുന്നതാണ്. 424 to 478 ഒരു 50 പോയിന്റ്സ്, 54 പോയിന്റ്സ്. അതിന് മേളിലത്തത് 488 to 544. എത്ര പോയിന്റ് ആയിരിക്കും? ഓൾമോസ്റ്റ് ഒരു 54. ഐ ഡോണ്ട് നോ, പെട്ടെന്ന് മാത്സ് ചോദിച്ചാൽ ഞാനും പെട്ടു. ഓക്കെ, ഓൾമോസ്റ്റ് ഇല്ല, ഇത് ഏകദേശം ഒരു 70 പോയിന്റ്സിന് മേളിൽ പോയിട്ടുണ്ടാവും. സോ ടോട്ടലി കൂട്ടി എത്ര വരും? ഒരു 300 to 350 പോയിന്റ്സ് ഈസി ആയിട്ട് നമുക്ക് ഒരു 15-20 മിനിറ്റിൽ 18 മിനിറ്റ് എടുത്താണ്. ഞാൻ ലൈവ് കയറുമ്പോൾ 33 സോ 18 മിനിറ്റിനകത്ത് ഓൾറെഡി ഞാൻ 30 തീർത്താലേ ലൈവിൽ വന്ന് കയറാൻ പറ്റത്തുള്ളൂ. സോ 15 മിനിറ്റ്സിലായിരിക്കും ആ ട്രേഡ് തീരുക. വീണ്ടും ഈ സൈഡിലേക്കാണ് പോകുന്നത്. കാൻഡിൽ കാണുന്നുണ്ടോ? എല്ലാ കാൻഡിലിന്റെയും ടോപ്പ് കാണുന്നുണ്ടോ? നെഗറ്റീവ് ആണല്ലേ. ഇപ്പൊ പക്ഷെ മാർക്കറ്റിൽ അടുത്തൊരു സോണിലേക്ക് പോകാനുള്ള റെഡി ആവുന്നതാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഫുൾ കാൻഡിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഇങ്ങനെ ഒരൊറ്റ സിംഗിൾ കാൻഡിൽ ഇത് തിരിച്ചു പോയാൽ ആ പ്രീമിയം, കയ്യിലിരിക്കുന്ന പ്രീമിയം 20% ഇടിയും, ഇല്ലെങ്കിൽ ഒരു 10% ഇടിയും. നമ്മളത് താങ്ങാൻ പറ്റണമെന്നില്ല. സിംഗിൾ കാൻഡിൽ വെറുതെ ഒരു എസ് എൽ ഹിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അത് താഴോട്ട് തന്നെ ആയിരിക്കും പോവുക. ഇതിപ്പോ വന്നു, റീടെസ്റ്റ് ചെയ്തു, താഴോട്ട് പോവുക. എങ്ങനെ വേണമെങ്കിലും പോവാം. ഒന്ന് വെയിറ്റ് ചെയ്യും. ഇത് ഈ ഒരു സോണിന്റെ പുറത്ത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണോ? നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഈ ഒരു സോണിന്റെ താഴെ മര്യാദയ്ക്ക് ക്ലോസിംഗ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ട്രേഡ് ചെയ്തു വരട്ടെ. ഇത് റെഡ് ആവട്ടെ, റെഡിന് ശേഷം അടുത്തൊരു ക്ലോസിംഗ് വരട്ടെ. യു ഗോ ഫോർ ദ ട്രേഡ്. 350 താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് ചെയ്യാം. 240 ഫസ്റ്റ് ടാർജറ്റ്, 200 or 100 സെക്കൻഡ് ടാർജറ്റ് കീപ്പ് ചെയ്തോ. 50,000 തേർഡ് ടാർജറ്റ് വെച്ചോ. കിട്ടായികയൊന്നും ഇല്ല. പക്ഷെ മാർക്കറ്റ് അത്യാവശ്യം ഭീകരമായി ഗ്യാപ് ഡൗണിൽ കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ എവിടാണ് ഗ്യാപ് ഡൗണിൽ വന്നതെന്ന് 51,400 നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്ത് തന്നെ 5400-ലാണ്, 5600-ലാണ്. അത്യാവശ്യം ഭീകരമായിട്ടുള്ള ഫോൾ. അതുകൊണ്ട് തന്നെ ആൾക്കാർ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. മാർക്കറ്റിൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ട് ഇനി വേണമെങ്കിൽ പോയി ട്രേഡ് ചെയ്യാം. അത്യാവശ്യം ടാറ്റ മോട്ടോഴ്സ് ഒക്കെ പോയതുണ്ട്. നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ടാറ്റ മോട്ടോഴ്സും ടാറ്റ പവറും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് വെറുതെ ഇരിക്കുക. ഐ തിങ്ക് തേഴ്സ്ഡേ നമ്മൾ ബുക്ക് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? മാർക്കറ്റ് സപ്പോർട്ട് റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. 24,240 എന്നാണ് നമ്മുടെ ഈ ചാർട്ട് എടുത്ത് നോക്കി. ഇത് കാണുന്നുണ്ട്. ഇന്ന് രാവിലെ അയച്ചെന്ന ചാർട്ടാണ്. ഇത് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകുന്നതാണെന്നുണ്ടോ. സോ ഇനി ഇതൊരു സോണാണ്. ഇതിന്റെ മേളില് ഈ ഒരു കാൻഡലിന്റെ ഏരിയയ്ക്ക് മേളിലെങ്കിലും ട്രേഡ് വരാണ്ട് സി സൈഡിലില്ല. സി സൈഡിൽ വെയിറ്റ് ചെയ്യേണ്ട ആൾക്കാരും പി സൈഡിൽ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യേണ്ട ആൾക്കാർ. നിങ്ങൾ പി സൈഡിലാണോ പോകുന്നത്, അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്തോ. സി സൈഡിലാണോ നിങ്ങൾ പോകുന്നത്, സേഫ് ആയിട്ട് ട്രേഡ് ചെയ്തോ. ഇത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. ഇൻട്രാഡേ ട്രേഡർ ആദ്യത്തെ ഒരു 10-15 മിനിറ്റിനകത്ത് അകത്ത് പോയി കയറി കൊടുക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രാഡേ ട്രേഡറിനെ ഒന്നും മനസ്സിലാകത്തില്ല. ഓപ്ഷൻ ട്രേഡറിനെ മാർക്കറ്റ് പഠിച്ചുകൊണ്ടാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്.